ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി ദൂരെ നാട്ടിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേർന്ന അരിപ്ര വേളൂർ മഹല്ല് ഖാളി, പാലക്കാട് ജില്ലയിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദ് കെ.സി. അബൂബക്കർ ദാരിമി, വേദിയിൽ ഇരിക്കുന്ന ഉസ്താദ് ഉമർ കാസിമി വേങ്ങൂർ, അതുപോലെ ഈ വേദിയുടെ അധ്യക്ഷൻ അബൂബക്കർ കുട്ടി ഹാജി എം, മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദര സഹോദരിമാരെ, ഈ മഹത്തായ നഗറിൽ ഒരുപാട് വർഷങ്ങളായി ഇതുപോലെ നബിദിന ആഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട യുവസമൂഹം, ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങി അവരുടെ ചിന്തയും പ്രവർത്തനവും അധ്വാനവുമൊക്കെ ഇത്തരം നല്ല വഴികളിൽ അവർ തിരിച്ചുവിടുന്നു എന്നുള്ളത് തീർച്ചയായും നല്ല കാര്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കാനൊക്കെ നാം നമ്മുടെ ജോലികളുമൊക്കെ മാറ്റി വെച്ച് ഈ പരിപാടിയിൽ നാം സംബന്ധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തകരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, സമയം വളരെ വൈകിയിട്ടുണ്ട്, ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ 2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, മഹത്തായ ഈ റബീഉൽ അവ്വൽ മാസം വന്നണയുമ്പോൾ ഈ കൊച്ചു കേരളത്തിന്റെ ഈ പരങ്ങാങ്ങര എന്ന പ്രദേശത്തെ ഒരു മൂലയിൽ മാത്രമല്ല ഇതുപോലെ നബിദിനം ആഘോഷം നടക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വലിയ വലിയ കൂറ്റൻ പ്രകടനങ്ങൾ പത്രമെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓരോ രാഷ്ട്രങ്ങളിൽ നബിദിനാഘോഷങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് പോലെയല്ല. റോട്ടിലൂടെ ഒന്നായി ജനങ്ങൾ ഒന്നായി ഒഴുകുന്ന വലിയ വലിയ പ്രകടനങ്ങളും നബിദിന റാലികൾ നമ്മുടെ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം ഈ നബിദിനാഘോഷം നടത്തുമ്പോൾ ഈ റബീഉൽ അവ്വൽ മാസമൊക്കെ വന്നാൽ തന്നെ ചില ആളുകൾ ഈ ആഘോഷങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തുകയും പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിലേക്കും എത്തിയത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്ത്, രാമപുരത്തുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഫേസ്ബുക്കിൽ എന്റെ വാളിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു സംഭവം, ഒരു റിപ്പോർട്ട്, നബിദിനം ആഘോഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്ന് ഫേസ്ബുക്കിൽ ഈ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട നാട് ആലോചിക്കേണ്ടത്, ഈ സുഹൃത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ദീപാവലി കഴിഞ്ഞു പോയപ്പോ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ദീപാവലി ആശംസകൾ ഞാൻ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ സുഹൃത്തുക്കൾക്ക് ആശംസ നേർന്ന അതേ വ്യക്തിയാണ് മാസം കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും നബിദിനം ആഘോഷിക്കാൻ എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത്, ഹാപ്പി ന്യൂ ഇയർ വരും, പുതുവത്സരത്തിൽ ആഘോഷമുണ്ടാകും, സ്കൂളുകൾക്കും സംഘടനകൾക്കും രാഷ്ട്രത്തിനുമൊക്കെ ആഘോഷമുണ്ടാകും, അതിലൊക്കെ പങ്കെടുക്കും, അതിനൊന്നും ആരും ചോദ്യം ചെയ്യാൻ ആളുണ്ടാവില്ല, തെളിവും വേണ്ട. പക്ഷേ ഇതുപോലെ നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ തെളിവന്വേഷിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട പ്രവാചകർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ആഹ്വാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്, ഈ മാസം വന്നാൽ അതിനെതിരെ പ്രചരണം നടത്താനും ക്യാമ്പയിൻ ആഘോഷിക്കുന്നവർ, ക്യാമ്പയിൻ നടത്തുന്നവർ പറയുന്നത് ഈ വക കാര്യങ്ങൾ തെറ്റാണ്, അത് ശരിയല്ല എന്നാണ്. എന്ന് മാത്രമല്ല, അവരുടെ തന്നെ ഒരു നേതാവ്, സോയർ ചുങ്കത്ര എന്ന് പറയുന്ന ഒരു നേതാവ്, പള്ളി മിമ്പറയിൽ കയറി പച്ച മലയാളത്തിൽ അദ്ദേഹം പ്രസംഗിച്ചൊരു റിപ്പോർട്ട് ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് നബിദിനാഘോഷം തെറ്റാണ് എന്ന് മാത്രമല്ല, മോഷണവും കള്ളക്കടത്തുമാണ് അതിനേക്കാൾ ഭേദമെന്ന് വെട്ടിത്തുറന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ നബിദിനാഘോഷം പ്രവാചകർ അനുഷ്ഠിച്ചിട്ടുണ്ടോ, നടത്തിയിട്ടുണ്ടോ, അതിനാഹ്വാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പ്രിയപ്പെട്ടവരെ, എന്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കണം. അവരോട് ചോദിക്കേണ്ടത്, ഇതിനെതിരെ പോസ്റ്റർ ഒട്ടിക്കാൻ, നബിദിനം തെറ്റാണെന്ന് പറയാൻ
എന്ന് മാത്രമല്ല, മോഷണത്തെക്കാൾ വലിയ തെറ്റാണെന്ന് നിങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. മോഷണം പാടില്ല, കക്കരുത് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് ഏത് ഹദീസിലാണ് ഉള്ളത് എന്നൊരു തിരിച്ചൊരു ചോദ്യമാണ് ആദ്യമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത്. ഓരോ കുട്ടിയും ഇത് മനസ്സിലാക്കി വെക്കണം. നമുക്കിടയിലൂടെ വന്നുകൊണ്ട് ചില ആളുകൾ നമ്മുടെ കുട്ടികളെ വഴിതിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നബിദിനം ആഘോഷിക്കാൻ എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നവരോട് മോഷണത്തെക്കാൾ വലിയ തെറ്റാണ് നിങ്ങൾ പറയുന്നുവെങ്കിൽ, മോഷണം തെറ്റാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നബിദിനാഘോഷം പാടില്ല, അത് തെറ്റാണെന്ന് ഏത് ഹദീസിലാണ് ഉള്ളത് എന്ന് ധൈര്യമായി നിങ്ങൾ ചോദിക്കണം. അതിനവർക്ക് മറുപടി ഉണ്ടാവൂല, ഉറപ്പാണ്. അങ്ങനെ ഒരു ഹദീസില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിനെ ആഘോഷിക്കണമെന്നും വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല, അതുപോലെ തന്നെ ആഘോഷിക്കേണ്ട എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് മുൻഗാമികളായ ആളുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവർ നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി ദീനിൽ അടിസ്ഥാനമുണ്ടെന്ന് പ്രഖ്യാപിച്ച് നൂറ്റാണ്ടുകളായി ഹിജറ 300-ന് മുമ്പ് തന്നെ ഈ പരിപാടികൾ തുടങ്ങി വെച്ചതിന് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളും കിതാബുകളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ പരിപാടി വളരെ നീണ്ടതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം പ്രചരണങ്ങളിൽ, അത്തരം ആളുകളുടെ പോസ്റ്ററുകളിലും പ്രചരണങ്ങളിലും ഒരിക്കലും വഞ്ചിതരാകരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ തിരുവാക്യത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.